നാളെയോ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. ഞാൻ സാധാരണ അച്ഛന്മാരെ പോലെ വെറുമൊരു കാളവണ്ടി മാത്രമായിരുന്നെന്ന് ഇപ്പോഴാ അറിയണത്. വെറും ചുമട് താങ്ങി, അല്ലെങ്കിൽ വെറും കറിവേപ്പില. അച്ഛാ, ഇപ്പോ ഞാനിപ്പോ എന്താ വേണ്ടേ? നീ എന്താ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കേ. ഒരു കാര്യത്തിന് നിർബന്ധിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് മാത്രം നീ ചെയ്യാം. കാരണം മുന്നോട്ട് ജീവിക്കേണ്ടത് നീയാ. അച്ഛാ, ഞാൻ നിന്റെ സ്വാതന്ത്ര്യം നിന്റെ അവകാശമാണ്. അതിലൊന്നും അമിതമായി കയറി ഇടപെടാൻ ഞാൻ തയ്യാറില്ല. അച്ഛാ, അത് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്റെ ശരികളാണ്. നിനക്കത് ശരിയായി തോന്നണമെന്നില്ല. അച്ഛാ, എന്റെ മനസ്സ് ആകെ പതറുക. മനസ്സ് പതറരുത്. എന്തിനാ നീ വല്ലാതെ പതറുന്നത്? നിനക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും ഉള്ള കഴിവില്ലേ? നിനക്ക് വിവേകമില്ലേ? വിദ്യാഭ്യാസമില്ലേ? ആ, ഒരു വശത്ത് രമ്യ, മറുവശത്ത് ഹൃതിക മേഡം. രമ്യയുടെ കുടുംബ പശ്ചാത്തലം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പലിശക്കാരുടേതാണ്. ഉപകാരം ചെയ്യുന്ന പേരിലാണെങ്കിലും കണ്ടവരുടെ കണ്ണീരാണ് അവരുടെ സമ്പാദ്യം. കാശ് കൊടുത്ത് എന്തിനേയും വിലയ്ക്ക് വാങ്ങുകയാണ് അവര്. നീ രമ്യയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ നീ അറിയാതെ നിന്നെ അവര് കെട്ടുക. വലിയൊരു ആനത്തൊടലിട്ട്. നീ എന്റെ മകനായതുകൊണ്ട് എന്റെ സ്വഭാവവും സംസ്കാരവുമാണ് നിനക്ക്. അവരിട്ട് പൂട്ടുന്ന ചെങ്ങലയിൽ കിടന്ന് നീ വല്ലാതെ വീർപ്പുമുട്ടും. മറ്റേതങ്ങനെയല്ല. വിവാഹ ജീവിതം അല്ലായിരുന്നെങ്കിൽ പോലും ആ കുട്ടി നിന്നോടൊപ്പം ജീവിച്ചവളാ. അവളുടെ കഴുത്തിൽ നീ ഒരു താലിച്ചരട് കെട്ടിയ അത് പവിത്രമായ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ കരാർ ഉടമ്പടിയായിരിക്കും. അവള് നിന്നെ വിലയ്ക്ക് വാങ്ങുകയല്ല ചെയ്യുന്നത്, സ്വന്തം പ്രാണവായുവിനെ പോലെ കരുതുകയാ ചെയ്യുന്നത്. പിന്നെ കാശും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. പിന്നെ എങ്ങനെ നോക്കിയാലും വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്നല്ലേ.